പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു തീരമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശൻ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നിൽ ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹ പരമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായുഗം പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവത്യം മമ നാദാനിൻ മഹിമയ്ക്കളവില്ലറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
പാർത്ഥിവനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാദായിരയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മധ്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരീക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനേത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ധനവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 45, 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിച്ചാലും. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ മക്കളെ പറ്റിയോ എൻ്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ? ഞാൻ ഭൂമി ഉണ്ടാക്കി, അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി, ഞാൻ അവൻ്റെ പാത നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്തിൻ്റെ ധനവും എത്യോപ്യയുടെ കച്ചവടച്ചരക്കും ദീർഘകായരായ സേബായരും നിൻ്റേതാകും. അവർ നിന്നെ അനുഗമിക്കും. ചങ്ങലകളാൽ ബന്ധിതരായ അവർ വന്നു നിന്നെ വണങ്ങും. ദൈവം നിന്നോടുകൂടെ മാത്രമാണ്, അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവർ ലജ്ജിച്ച് തല താഴ്ത്തും. വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും. കർത്താവ് ഇസ്രായേലിന് എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയില്ല. ദൈവമായ കർത്താവിന് സ്തുതി. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. സ്വർഗീയ വിളിയിൽ പങ്കാളികളായിരുന്ന വിശുദ്ധ സഹോദരരെ, നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ. എന്നാൽ സകലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശഭൃത്തിനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷം ശ്രവിക്കാം.
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1:14 മുതലുള്ള തിരുവചനങ്ങൾ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ച കേട്ട ഈ സുവിശേഷ ഭാഗം നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണ്. അതായത് നമ്മൾ കർത്താവിൻ്റെ മാലാഖ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പാദം ഇങ്ങനെയാണ്: വചനം നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ തുടക്കത്തിലുള്ളത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ കേട്ടത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവപുത്രനായ ഈശോയെ യോഹന്നാൻ ശ്ലീഹ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതൊരു വലിയ ഒരു അവതരണ ശൈലിയാണ്. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം, അദ്ദേഹത്തിൻ്റെ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകം എന്നാണ് വിളിക്കുന്നത്. നേരിട്ടൊന്നും പറയില്ല, മറിച്ച് വാക്കുകളിൽ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം പറയുക. അങ്ങനെയെങ്കിൽ വചനം നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് യോഹന്നാൻ ശ്ലീഹ അർത്ഥമാക്കിയത്? നമുക്കൊക്കെ സുപരിചിതമായ ഒരു പദമുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം തന്നെയാണ് വചനം നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഗ്രീക്ക് പദത്തിൽ വചനം നമ്മുടെ ഇടയിൽ വസിച്ചു എന്നല്ല, വചനം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ്. അതാണ് കറക്റ്റ് വാക്ക്. മലയാളത്തിൽ വസിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ കർത്താവിൻ്റെ മാലാഖ ഇംഗ്ലീഷിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഡ്വെൽറ്റ് എമംഗ് അസ് എന്നാണ് പറയുന്നത്. The word dwelt among us, അതായത് വചനം നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗ്രീക്ക് പദത്തിൽ, ഇതിൻ്റെ ഗ്രീക്ക് അർത്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നു കൂടാരമടിച്ചു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ കൂടാരമടിച്ചു എന്ന് പറയാനുള്ള കാരണം? തുടർന്ന് വരുന്ന വാക്കുകളിൽ പറയുന്നുണ്ട്, കൃപയും സത്യവും യേശു വഴി ഉണ്ടായി, എന്നാൽ നിയമവും പ്രവാചകന്മാരും മോശ വഴി ഉണ്ടായി. അപ്പോൾ ഈ മോശയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം പഴയ നിയമത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ കൂടാരമടിച്ചു എന്ന് പറയുമ്പോൾ യഹൂദ ജനതയ്ക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് കൂടാര തിരുനാൾ എന്ന് പറയുന്നത്? വലിയ ഒരു തിരുനാളാണ്, വാഗ്ദാന പേടകം. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ അവരെന്നും എപ്പോഴും കൂടെ നടന്നു കൊണ്ടുപോയ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോയ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് വാഗ്ദാന പേടകമാണ്. കർത്താവിൻ്റെ വാഗ്ദാന പേടകമാണ് ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ആ കൂടാരം തങ്ങളുടെ കാനാൻ ദേശത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവർ ജീവിതം ആരംഭിക്കുമ്പോൾ ഓരോ വർഷവും ഈ കൂടാര തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് അവർ കൊണ്ടാടാറുണ്ട്. അതുകൊണ്ടാണ് കൂടാരമടിച്ചു എന്ന് ആ വാക്ക് യോഹന്നാൻ ശ്ലീഹ പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു ദേവാലയം ഉണ്ടാവുക എന്ന് പറയുന്നത് എത്രയോ വലിയ എന്താ പറയുക സന്തോഷകരമായൊരു കാര്യമാണ്. ഒരു സ്വന്തം മണ്ണിൽ, ആ മണ്ണിൽ ഒരു ദേവാലയം, ചിലപ്പോൾ ഒരു ഷെഡായിരിക്കാം, ഒരു 4 കാലും അതിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട്
ഞാൻ ഓർക്കണു, നമ്മുടെ അഖിൽ വടക്കനച്ചൻ ഒരിക്കലും ഇവിടെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സിൽച്ചാറിൽ അദ്ദേഹം ഒരു പള്ളി പണിതു. അദ്ദേഹം പള്ളി പണിതത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പേളയുടെ അത്രയും പോലും എത്തില്ല. നമ്മുടെ ചില കപ്പേളുകൾ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടും. കാരണം അതൊരു കൊച്ചു പള്ളി പോലെയാണ്. സ്വന്തമായി ഒരു സ്ഥലമില്ലാതെ കുർബാന ചെല്ലാൻ പറ്റാതെ എത്രയോ പേരുണ്ടെന്നറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ചെന്നൈയും പൊണ്ടിച്ചേരിയൊക്കെ പോയിട്ട് ഇന്നലെ എത്തി. ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മുന്നിരുന്ന സ്ഥലത്ത് സാന്തോമിൽ അവിടെ അച്ഛൻ ചെറിയൊരു റൂമിലാണ് താമസിക്കുന്നത്. അതിപ്പോൾ അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചു. ഒരു റൂമും വേറൊരു റൂമും പിന്നെ ഒരു അടുക്കള, ഒരു ചെറിയൊരു ഹാള്. ഒരു റൂമിൽ കുറച്ച് കുട്ടികൾ താമസിക്കുന്നുണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അതൊരു വരുമാനമാണ്. അച്ഛൻ്റെ റൂമിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കിടന്നത്. പിന്നെ ഹാളെന്ന് പറയുന്നതാണ് കുർബാന ചൊല്ലുന്ന സ്ഥലം. അപ്പോൾ അവിടെ ചെറിയൊരു കുർബാനയുണ്ട്. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, ഈ കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബറിൽ ജപമാല ചൊല്ലിയത്, അതുപോലെ നവനാൾ നടത്തിയത് ആ ഹാളിലായിരുന്നു. ഒരു 19 പേര് ആ ചെറിയൊരു ഹാളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ അത്രയേ ഉള്ളൂ. ആ ഹാളിലാണ്. അപ്പോൾ ഈ ബലിപീഠം ഒന്ന് തിരിച്ച് കിട്ടും. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഇതിൻ്റെ വേറൊരു സത്യകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ കുർബാനയെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹാളിൽ തിങ്ങി നിറഞ്ഞ് കുർബാന ചെല്ലാൻ സ്ഥലമില്ലാതെ നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ നല്ല വിഷയം. ഇവിടെ എന്നിട്ട് അച്ഛൻ പറയായിരുന്നു, ഈ അൾത്താരമേശ ഒരു സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് അച്ഛൻ്റെ ബെഡ്റൂമിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അടുക്കളയുടെ ഭാഗത്ത് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, ഹാളിൽ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും കാണണമെങ്കിൽ ഈ ബലിപീഠം ഒന്ന് തിരിച്ചിടണം. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, എവിടേക്ക് തിരിയാൻ, എന്ത് തിരിയാൻ? നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തല്ലുപിടിക്കുന്നത്? ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ അച്ഛനറിയാം. പക്ഷെ എങ്കിലും അത് പറഞ്ഞപ്പോഴൊന്ന് ഞാൻ ഓർത്തുപോയി. വിഷയത്തിലേക്ക് വരാം. ഈ പറയുന്ന ആ ഒരു ചെറിയൊരു സ്ഥലത്ത് അവരുടെ കുർബാന ചെല്ലുക. ഇനി എന്തുകൊണ്ടാണ് നവനാള് ഈ കുർബാന ചെല്ലുന്ന ഹാളിൽ നിന്ന് മാറ്റി ഇവിടെ ചെല്ലാൻ കാരണം? ഓരോ കുർബാനയ്ക്ക് 3000 രൂപ വാടക കൊടുക്കണം. ഈ ഹാള് ഞാൻ കണ്ടു. ഒരു 3ാമത്തെ നിലയിൽ നമ്മുടെ ഈ എന്താ പറയുക, മതിൽ കെട്ടാനായിട്ട് നമ്മൾ സൈഡിൽ ഷീറ്റൊക്കെ ഇടൂലേ, കാശ് കുറച്ച് നമ്മൾ ഷീറ്റൊക്കെ ഇടൂലേ, അതേപോലെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ 2-3 ജനലൊക്കെ വെച്ചിട്ടുണ്ട്, അതിന് മുകളിലും ഷീറ്റ്. ഈ സമയം ഞായറാഴ്ച ആയതുകൊണ്ട്, മീൻസ് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ നല്ല തണുപ്പായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല. ഫാനുകളൊക്കെ വെച്ച് അത്യാവശ്യം 2 കുർബാനയാണ് ഞായറാഴ്ചകൾ ചെല്ലുന്നത്. ഞാനൊക്കെ ഉള്ളപ്പോൾ ഒറ്റ കുർബാന ഉണ്ടായിരുന്നു, കാരണം നിൽക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഓരോ ഞായറാഴ്ചകളിൽ 3000 രൂപ, അല്ലെങ്കിൽ ഓരോ ദിവസം കുർബാന ചെല്ലിന് 3000 കൊടുക്കണം. എന്തിനാണ് ഈ 3000 കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കുർബാന ചെല്ലിയത്. ഇപ്പോഴും അവിടെ ഒരു തുണ്ട് ഭൂമിയില്ല. അവിടെ തുണ്ട് ഭൂമി വാങ്ങിക്കാൻ എളുപ്പമല്ല. സ്ക്വയർ ഫീറ്റിന് 15,000-20,000 രൂപയ്ക്കാണ് അവിടുത്തെ വില. സ്നേഹമുള്ളവരെ, ഇപ്പോഴും നമ്മളൊക്കെ എത്രത്തോളം വിശാലമായിട്ടാണ് നമ്മൾ പള്ളിയും സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു തുണ്ട് ഭൂമി സ്വന്തമായി ഒരു കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ദൈവം കൂടാരമടിച്ചു എന്ന് പറയുമ്പോൾ ആ കൂടാരം തന്നെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ കൂടാരമടിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എത്രയോ പേർ. അപ്പോൾ ദൈവം കൂടാരമടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ഒരു വസിക്കൽ അവിടെയുണ്ട്. ഇതിൻ്റെ ഹീബ്രു പദത്തിൽ ഷെക്കീന എന്നാണ്. നിങ്ങൾ കേട്ടിരിക്കും, ഷെക്കീന ചാനലുണ്ട്, TV ചാനലുണ്ട്. ഷെക്കീന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദ ഡിവൈൻ പ്രസൻസ് എന്നാണ്. ഡിവൈൻ പ്രസൻസ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ദൈവം കൂടാരമടിക്കണം. ദൈവം കൂടാരമടിച്ച് വസിക്കണം. ഈ ഒരു ബോധ്യമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോഴാണ് ദൈവം ഇമ്മാനുവലാവുക, ദൈവം നമ്മോടുകൂടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കുരിശ് മണി അടിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ, കർത്താവിൻ്റെ മാലക ചൊല്ലും. അതിൽ ഒരു പാദമാണ് ഈ പ്രാർത്ഥന, വചനം നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്.
അത് ചൊല്ലുമ്പോൾ ഓർക്കണം, ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരമടിച്ചതിൻ്റെ വലിയ ഓർമ്മ നമുക്കുണ്ടാകണം. ദൈവം സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ ഓർമ്മയായി നമ്മുടെ കുടുംബം മാറണം, നമ്മുടെ ഇടവക സമൂഹം മാറണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം മാറണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ പ്രാർത്ഥനയെ നമുക്ക് വേണ്ടൂ. ദൈവമേ, നിന്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയാനും ആ ദൈവിക സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ പ്രാർത്ഥനയിലും. എങ്കിൽ ഈ ഒരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവിക സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിലും ദൈവം കൂടാരമടിക്കുന്നതിന് അനുഭവത്തിൽ വളരുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ കുർബാനയിൽ. ഒപ്പം കൂടാരമടിക്കാൻ സ്ഥലമില്ലാതെയാകുന്ന ഓരോ വിശ്വാസ സമൂഹങ്ങളെയും ദൈവമേ ഇടപെടണമേ, അവർക്കൊരു ഒരു സ്ഥലം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം ഈ ഒരു ദേവാലയവും ഈ ഒരു സൗകര്യങ്ങളും തമ്പുരാൻ നമുക്ക് നൽകിയതിന് നന്ദി പറയുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായി, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായി, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്താനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ, നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം പ്രകൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിലവുമിതാ പാവന ബലിപീഠേ, സ്നേഹഭയങ്ങളുടനയുഗനാം അഖിലരും ഒന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മറിയവിശു പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടി വിജുമരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ
ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുഭാവവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്കെല്ലാവരും എഴുന്നേരുന്ന വിശ്വാസപരമാണ് ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനലേഖമാവധീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഈ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളും ഞങ്ങൾ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമീൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരിഗണനം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥന തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്ന് അങ്ങ് ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ, മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. വാനമേഘങ്ങളിൽ വാണിടുന്നവൻ സ്വർലോകനാഥൻ പരിശുദ്ധൻ, മണ്ണിലും വിണ്ണിലും അത്യുന്നതൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമീൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ നിന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുവിൻ്റെ സർവസ്വവും മുൻപിലാണ്
അണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മറാഫിൽ തട്ടിൽ ശ്രേഷ്ഠമെത്ര വലുതാക്കും മറാൻ റോസ്മെത്ര വലുതാക്കും മാർ പൗളിമെത്രാനും പുരോഹിതന്മാർ ശംശാനമർ സമർപ്പിത അൽമായി പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തർ ഒരു വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിൽ രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉദവിധം എന്നോട് തോന്നണമേ. അങ്ങയുടെ കാരുണ്യോദ്രേതനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ, സ്വർഗം പാകം ചെയ്തപ്പമിതാ. കാണുന്നു മോസ്തിയിൽ നാഥന്റെ മുഖം, കാണുന്നു മോസ്തിയിൽ നാഥന്റെ സ്നേഹം. ഹല്ലേലൂയ പാടാം നാഥ, ഈശോ നിന്നെ വാഴ്ത്താം.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരങ്ങളോടെ സമീപിക്കാം. അന്നദാപത്തെന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തണം, ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമീൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരി, സ്വർഗരാഷ്ട്ര വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീരക്തങ്ങൾ സ്വീകരിക്കുവാനും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമീൻ. കർത്താവേ, ആശീർവദിക്കണമേ.
കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. രക്ഷകനായ മിശിഹായെ ലോകത്തിലേക്ക് അയക്കുകയും യോർദാനിൽ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്ത പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തന്റെ ശരീരരക്തങ്ങളാൽ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കിയ ഈശോ മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുകയും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.